വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്നത് ആൽക്കഹോൾസ് ആണ് കേട്ടോ. എന്താ ആൽക്കഹോൾസ്? ചാരായം അതല്ല കേട്ടോ. സോ ബേസിക്കലി ആൽക്കഹോൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സാച്ചുറേറ്റ് കാർബൺ ആറ്റം ഉണ്ട് അല്ലേ. സോ എ കോമ്പൗണ്ട് വിത്ത് OH ഗ്രൂപ്പ് ഒരു സാച്ചുറേറ്റ് കാർബൺ ആറ്റത്തിലേക്ക് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ജനറൽ ഫോമിൽ ROH ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക? ആൽക്കഹോൾസ് എന്ന് പറയാം. സിമ്പിളാണ്, ഒന്നും പറയാനില്ല. സോ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. സോ ആൽക്കഹോൾസ് തന്നെ വീണ്ടും ഫർദർലി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. മോണോഹൈഡ്രിക് ആൽക്കഹോൾ, ഡൈഹൈഡ്രിക് ആൽക്കഹോൾ, ട്രൈഹൈഡ്രിക് ആൽക്കഹോൾ ആൻഡ് പോളിഹൈഡ്രിക് ആൽക്കഹോൾ. സോ ബേസിക്കലി OH, 2 OH, 3 OH, 3നേക്കാൾ കൂടുതൽ OH ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ എന്ത് പറയും? അതിനെ ആൽക്കഹോളിനെ ക്ലാസിഫൈ ചെയ്യും. സോ ഇത് വലിയ സംഭവമൊന്നുമല്ല, നിങ്ങൾക്ക് വലിയ ഉപയോഗമൊന്നുമില്ല. പക്ഷെ ആൽക്കഹോളിനെ പറ്റി ചോദിക്കുവാണെങ്കിൽ ഒരു ജനറലി നിങ്ങൾ എഴുതുവാണെങ്കിൽ കുറച്ച് മാർക്ക് നിങ്ങൾക്ക് കിട്ടും. സോ മെത്തഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ് ഞാൻ ഓരോന്നായിട്ട് പറയാൻ പോകുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് ഹൈഡ്രോലൈസിസ് ഓഫ് ആൽക്കിൽ ഹാലൈഡ്സ്. സോ നമ്മൾ ആൽക്കിൽ ഹാലൈഡ്സിനെ ഹൈഡ്രോലൈസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൽക്കഹോൾ കിട്ടും. അതായത് ആൽക്കിൽ ഹാലൈഡ്സ് അക്വസ് NaOH റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും മക്കളെ? ആൽക്കഹോൾ കിട്ടും. സോ ഈ ഒരു കാര്യത്തിലല്ല കാര്യം, ഈ ഒരു റിയാക്ഷൻ എഴുതുന്നതിലാണ് കാര്യം. സോ നെക്സ്റ്റ് വൺ ഈസ് ഹൈഡ്രേഷൻ ഓഫ് ആൽക്കീൻസ് ആണ്. അതായത് ആൽക്കീന് H2SO4 റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ആൽക്കൈൽ ഹൈഡ്രോജൻ സൾഫേറ്റ് കിട്ടും. അതായത് ഇപ്പം നമ്മുടെ കയ്യിൽ ആൽക്കീൻ ഉണ്ട്, അതിൻ്റെ കൂടെ H2SO4 ആഡ് ചെയ്യുവാണ്, അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുക. അപ്പം എന്താണ്? ആൽക്കൈൽ എന്ത് കിട്ടും? ഹൈഡ്രോജൻ സൾഫേറ്റ് കിട്ടും. ഈ ആൽക്കൈൽ ഹൈഡ്രോജൻ സൾഫേറ്റ് നമ്മൾ പിന്നെയും ഹൈഡ്രോലൈസിസ് ചെയ്യുവാണെങ്കിൽ എന്ത് കിട്ടും മക്കളെ? ആൽക്കഹോൾ കിട്ടും. ഞാൻ ഒരിക്കലും പറയില്ല നമ്മുടെ ഈ കെമിക്കൽ ഫോമിൽ എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ എന്ന് ഞാൻ പറയത്തില്ല. സോ ഈ ഒരു മെക്കാനിസം ഒക്കെ എഴുതിയാൽ ഇച്ചിരൂടെ മാർക്ക് കിട്ടും. ഇതും ശരി തന്നെയാണ്. എഴുതുന്നു പറഞ്ഞാൽ ആരും നിങ്ങൾക്ക് മാർക്ക് കുറയ്ക്കില്ല. പക്ഷേ നമ്മൾ ഫോമിൽ എഴുതുമ്പോൾ കിട്ടുന്ന ഒരു മാർക്ക് നമുക്ക് വേറൊന്നിലും കിട്ടില്ല എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഹൈഡ്രോബ്രോമിനേഷൻ ഓക്സിഡേഷൻ ഓഫ് ആൽക്കീൻസ് ആണ്. അതായത് നമ്മുടെ ആൽക്കീൻസ് ഇല്ലേ, നമ്മുടെ എന്തുണ്ട്? ആൽക്കീൻസ് ഉണ്ടല്ലേ. ആൽക്കീൻസിനെ ഡൈബ്രോമീൻ, അതായത് B2H6 റിയാക്ട് ചെയ്യുന്നു. ഒന്ന് ആലോചിക്കുക, നമ്മുടെ കയ്യിൽ ആൽക്കീൻസ് ഉണ്ട്, അത് ഡൈബ്രോമീൻ B2H6 റിയാക്ട് ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടും മക്കളെ? ട്രൈ ആൽക്കൈൽ ബൊറൈൻ കിട്ടും. എന്ത് കിട്ടും? ട്രൈ ആൽക്കൈൽ ബൊറൈൻ കിട്ടും. ഇനി ഈ ഡൈബൊറൈൻ ഇല്ലേ, ഡൈബൊറൈൻ നമ്മൾ വീണ്ടും ആഡ് അസ് എ ബൊറൈൻ. നമ്മൾ എന്ത് ചെയ്യുന്നു? ഡൈബൊറൈൻ ആഡ്സ് അസ് ബൊറൈൻ BH3. നമ്മൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു? വീണ്ടും BH3 കൂടെ ആഡ് ചെയ്യുന്നു. ആൻഡ് BH3 പോസിറ്റീവ് പാർട്ട് ഈസ് ബൊറൈൻ. സോ BH3 എന്ന് പറയുന്നത് പോസിറ്റീവ് പാർട്ട് ഓഫ് ബൊറൈൻ ആണ്. ആൻഡ് നെഗറ്റീവ് പാർട്ട് എന്ന് പറയുന്നത് ഹൈഡ്രോജൻ ആണ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? സിന്തസൈസ് ചെയ്യാം എന്നുള്ളതാണ്. ഇതിൽ 3 പഠിച്ചാൽ മതി കേട്ടോ, കൂടുതലൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, 3 പഠിച്ചാൽ മതി. സോ ഇത് പഠിക്കണിച്ചിട്ട് നല്ലതാണ്. അഡീഷൻ ഓഫ് ഗിഗ്നാർഡ് റിയാജൻ ടു ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ, ഇത് ഇച്ചിരി നല്ലതാണ്. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായി എഴുതിയ ഫുൾ മാർക്ക് കിട്ടും. സോ ഗിഗ്നാർഡ് റിയാജന്റ് ആൽഡിഹൈഡും കീറ്റോണുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. പേര് പറയുന്ന പോലെ തന്നെ ഉണ്ട് കേട്ടോ. നമ്മുടെ ആൽഡിഹൈഡിന്റെയും കീറ്റോണിന്റെയും കൂടെ എന്ത് ചെയ്യുന്നു? ഗിഗ്നാർഡ് റിയാജന്റ് ആഡ് ചെയ്യുന്നു. അഡീഷൻ ചെയ്യുമ്പോഴത്തേക്കും ഫർദർലി ഹൈഡ്രോളിസ് ചെയ്തിട്ട് ഡൈല്യൂട്ട് ആസിഡും കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആൽക്കഹോൾ കിട്ടും. ഭയങ്കര സിമ്പിളാണ്. അവിടെ തന്നെ നമുക്ക് ഇതാണ് ജനറൽ റിയാക്ഷൻ എഴുതുക. സോ ഇവിടെ തന്നെ പ്രൈമറി, സെക്കൻഡറി, ടെറഷ്യറി തിരിക്കുന്നുണ്ട്. സോ പ്രൈമറി ആൽക്കഹോൾ ആണെന്നുണ്ടെങ്കിൽ ഗിഗ്നാർഡ് റിയേജന്റ് ഫോമാൽഡിഹൈഡോ അല്ലെങ്കിൽ എത്തിലിൻ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും? പ്രൈമറി ആൽക്കഹോൾ കിട്ടും. ഒന്നും കൂടെ പറയാം, നമ്മൾ ഗിഗ്നാർഡ് റിയേജന്റ് ഫോമാൽഡിഹൈഡോ അല്ലെങ്കിൽ എത്തിലിൻ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും മക്കളെ? പ്രൈമറി ആൽക്കഹോൾ കിട്ടും. സോ സെക്കൻഡറി ആണെങ്കിൽ എന്തായിരിക്കും? ഗിഗ്നാർഡ് റിയേജന്റ് വിത്ത് ആൽഡിഹൈഡും ഫോമാൽഡിഹൈഡും സെയിം തന്നെ. അതർ ദാൻ ഫോമാൽഡിഹൈഡ് ആണ്. വിത്ത് ആൽഡിഹൈഡ് അതർ ദാൻ ഫോമാൽഡിഹൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടും. ടെർഷ്യറി ആണെങ്കിലോ കീറ്റോൺസുമായിട്ട് ഒബ്റ്റൈനിങ് ബൈ ട്രീറ്റിംഗ് വിത്ത് റിയേജന്റ് വിത്ത് കീറ്റോൺസുമായിട്ട് ചെയ്ത ടെർഷ്യറി ആൽക്കഹോൾ കിട്ടും. സോ ഇവിടെ എന്താ ഉപയോഗം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് അധികം ഒന്നും വേണ്ട, 2 മാർക്കിനെ ചോദിക്കുന്നുള്ളൂ, 5 മാർക്കിനെ ചോദിക്കുന്നുള്ളൂ. അത് ജസ്റ്റ് ബേസിക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ കോളം വരയ്ക്കുക, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. ഇനി ഇവിടെ റിയേജന്റ് എഴുതുക. റിയേജന്റ് എല്ലാം സെയിം ആണ്. ആൻഡ് റിയാക്ടന്റ് എഴുതുക. ഏതാ റിയാക്ടന്റ് എഴുതുക, മാർക്ക് കിട്ടും, ഉടനെ മാർക്ക് കിട്ടും കേട്ടോ. സോ ബേസിക്കലി ഇത് റിയാക്റ്റീവ് വിത്ത് ആക്റ്റീവ് മെറ്റൽസ് ആണ്. സോ ഫോസ്ഫറസ് ഹാലൈഡ്, പിന്നെ തയോനൈൽ ക്ലോറൈഡിന്റെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ ജസ്റ്റ് വായിച്ച് പോയാൽ മതി. പിന്നെ സൾഫ്യൂരിക് ആസിഡ് റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെ വായിച്ച് പോയാൽ മതി കേട്ടോ. നമുക്ക് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ നമുക്ക് മാക്സിമം 3-4 പഠിച്ചാൽ മതിയായിരിക്കും, കൂടുതലൊന്നും പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. സോ ബേസിക്കലി ഇതൊക്കെ ഭയങ്കര സിമ്പിളാണ്. ആക്റ്റീവ് മെറ്റലുമായിട്ടുള്ള എളുപ്പമാണ്.
എളുപ്പമാണ്. ആൽക്കഹോൾ സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം ടു ഫോം അൽക്കോക്സൈഡ്, അതായത് നമ്മുടെ സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം പോലുള്ള ആക്റ്റീവ് മെറ്റലുമായിട്ട് ആൽക്കഹോൾ റിയാക്ട് ചെയ്യുമ്പോൾ അൽക്കോക്സൈഡായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ലിബറേഷൻ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ്. സോ ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. സോ ഇത് റിയാക്ഷൻസ് ആണ് എല്ലാം പറയുന്നത്. സോ ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞു, റിയേജന്റുമായിട്ട് കീറ്റോൺസും ആൽഡിഹൈഡിന്റെയും ആക്ഷൻ വരുന്നതും പിന്നെ പ്രൈമറി ആൽക്കഹോൾ സെക്കൻഡറി ആൽക്കഹോളിന്റെ കാര്യം ഞാൻ പറഞ്ഞു. സോ ഇത് മെത്തഡ് ഓഫ് പ്രിപ്പറേഷൻ ഭയങ്കര സിമ്പിൾ ആണ്, ഓൾറെഡി എല്ലാം എളുപ്പമാണ്, അങ്ങനെ അത്ര വലിയ ടഫ് ആയിട്ടുള്ള സംഭവമൊന്നുമല്ല. സോ ഈ എബോവ് റിയാക്ഷനിൽ ആൽക്കഹോൾ അസിഡിക് ഇൻ നേച്ചർ ആയിരിക്കും കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ റിയാക്ഷനിൽ ഈ റിയാക്റ്റീവ് വിത്ത് മെറ്റൽ പറഞ്ഞില്ലേ, ഇവിടെ പറയുന്ന ആൽക്കഹോളിന് അസിഡിക് നേച്ചർ ആയിരിക്കും എന്നുള്ളതാണ് കേട്ടോ. സോ ബേസിക്കലി നെക്സ്റ്റ് വൺ ഈസ് റിയാക്ഷൻ വിത്ത് ഫോസ്ഫറസ് ഹാലൈഡ് ആണ്. സോ ഇവിടെ ഫോസ്ഫറസ് പെൻറ്റാ ഹാലൈറ്റ്സ് ആൽക്കഹോളുമായിട്ട് റിയാക്ട് ചെയ്ത് ഫോസ്ഫറസ് ട്രൈ ഹാലൈറ്റ്സുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുകയും അങ്ങനെ ആൽക്കിൽ ഹാലൈറ്റ്സും ഉണ്ടാകുന്നു. ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ, കാര്യം ഞാൻ ഇപ്പോഴും പറയുന്നു 2 or 3 പഠിച്ചാൽ മതിയാവും. ഇത് പഠിച്ച എളുപ്പമായിരിക്കും. സൾഫ്യൂരിക് ആസിഡുമായിട്ടാണ്. സോ നമ്മൾ സൾഫ്യൂരിക് ആസിഡ് വേരിയസ് ടെമ്പറേച്ചർ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. സോ ബേസിക്കലി ഈഥൈൽ ആൽക്കഹോൾ കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡിൽ റൂം ടെമ്പറേച്ചറിലാണ് ചെയ്യുന്നതെങ്കിൽ ഈഥൈൽ ഹൈഡ്രജൻ സൾഫേറ്റ് ഉണ്ടാവും. നോർമൽ റൂം ടെമ്പറേച്ചർ ആണെങ്കിൽ ഈഥൈൽ ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ടാവും. ഇനി ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾ ടു ഈതർ, അതായത് നമ്മുടെ ആൽക്കഹോളെ ഡീഹൈഡ്രേറ്റ് ചെയ്ത് ഈതറിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. എക്സസ് ആയിട്ടുള്ള ഈഥൈൽ ആൽക്കഹോൾ, വെൻ എക്സസ് ഓഫ് ഈഥൈൽ ആൽക്കഹോൾ ഈസ് ട്രീറ്റ് വിത്ത് കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് 140 ഡിഗ്രി സെൽഷ്യസ്, അതായത് 140 ഡിഗ്രി സെൽഷ്യസിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ റിയാക്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഡൈഈതർ ഫോം ചെയ്യും. സോ 2 ആൽക്കഹോൾ മോളിക്യൂൾസ് ആർ ഇൻവോൾവ് ഇൻ ദ റിയാക്ഷൻ. ഇവിടെ 2 ആൽക്കഹോളിന്റെ മോളിക്യൂൾ റിയാക്ട് ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് വൺ ഈസ് ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾ ടു ആൽക്കീൻസ് ആണ്. സോ ഇവിടെ ഈഥിൽ ആൽക്കഹോൾ നമ്മൾ കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് 170 ഡിഗ്രി സെൽഷ്യസിൽ റിയാക്ട് ചെയ്യിക്കുമ്പം എത്തിലീൻ ഫോം ചെയ്യുന്നു. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്, ഇതൊക്കെ റിയാക്ഷൻസ് ആണ് കേട്ടോ, ഇതെല്ലാം ആൽക്കഹോളിന്റെ റിയാക്ഷൻസ് ആണ്. ഇവിടെ പറഞ്ഞത് മാത്രമാണ് മെത്തഡ് ഓഫ് പ്രിപ്പറേഷൻ. സോ തിരിഞ്ഞു പോകരുത്. സോ ഇത് ഫുള്ളി പറയുന്നു, റിയാക്ഷൻസും മെത്തഡ് ഓഫ് പ്രിപ്പറേഷനും കൂടെ ഒരുമിച്ചാണ് കമ്പൈൻ ചെയ്ത് പറയുന്നത്, അപ്പോൾ നിങ്ങൾക്ക് തിരിഞ്ഞു പോകരുത് കേട്ടോ അത്. സോ ഇത് റിയാക്ഷൻ വിത്ത് കാർബോക്സിലിക് ആസിഡ് ആണ്. സോ കാർബോക്സിലിക് ആസിഡും ആൽക്കഹോളും നമ്മൾ എന്തെന്നു കണ്ടൻസേഷൻ റിയാക്ഷൻ വഴി നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ എസ്റ്ററും വാട്ടറും ഫോം ചെയ്യുന്നു. സോ ഈ റിയാക്ഷനെ എസ്റ്ററിഫിക്കേഷൻ എന്നും കൂടെ നമ്മൾ പറയാറുണ്ട്. സോ ഇവിടെ കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത് കാറ്റലിസ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്ത് ചെയ്യാറുണ്ട്, കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് കാറ്റലിസ്റ്റ് അറിയാമല്ലോ, നമ്മുടെ റിയാക്ഷനെ ഫാസ്റ്റ് അപ്പം ചെയ്യുവാണ് ചെയ്യുന്നുണ്ടാവുക. സോ നെക്സ്റ്റ് വൺ ഇസ് ഡിസ്റ്റിങ്ക്യൂഷ് ഓഫ് പ്രൈമറി സെക്കൻഡറി തേർഡ് ഡിഗ്രി ആൽക്കഹോൾ. സോ ബേസിക്കലി ഡിഗ്രി ഓഫ് ആൽക്കഹോൾ വെച്ച് നമുക്ക് എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളതാണ്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, കാര്യം ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ലൂക്കസ് ടെസ്റ്റ് ആണ്. സോ ഇവിടെ നമ്മൾ ആൽക്കഹോളിനെ HCl സിംഗിൾ ക്ലോറൈഡ്, അതായത് ലൂക്കസ് റിയേജന്റ് ആണ് പറയുന്നത് കേട്ടോ. സോ പേര് പറയുന്ന പോലെ തന്നെ ആൽക്കഹോളിനെ ലൂക്കസ് റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ആൽക്കിൽ ഹാലൈഡ് ഫോം ചെയ്യുന്നു. സിങ്ക് ക്ലോറൈഡ് അവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. എന്തൊക്കെ പറഞ്ഞു, HCl ഉണ്ട്, സിംഗിൾ ക്ലോറൈഡ് ഉണ്ട് അല്ലേ. സോ അതെന്ത് ചെയ്യുന്നു, നമ്മൾ ആൽക്കഹോളുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ എന്തുണ്ടാവുന്നു, നമുക്ക് അവിടെ ആൽക്കിൽ ഹാലൈഡ് ഉണ്ടാവുന്നു. സോ 3 ടൈപ്പ് ഓഫ് ആൽക്കഹോൾസ് ആണ് ഇതിൻ്റെ റിയാക്ഷൻ നമ്മൾ എടുക്കേണ്ടാവുക. സോ ലൂക്കോസ് റിയേജന്റ് പെട്ടെന്ന് നമുക്ക് റെസ്പോൺസ് കിട്ടും. സോ സെക്കൻഡറി ആൽക്കഹോൾ റിയാക്ട് സംവാട്ട് സ്ലോ. സെക്കൻഡറി ആൽക്കഹോൾ ആണെന്നുണ്ടെങ്കിൽ പയ്യെ റിയാക്ട് ചെയ്യുള്ളൂ. എന്നാൽ പ്രൈമറി ആൽക്കഹോൾ അതിനേക്കാൾ എന്താണ്, ലൂക്കസ് റിയേജന്റ് സംവാട്ട് മോർ സ്ലോവർ. നമ്മൾ പ്രൈമറി ആൽക്കഹോൾ നോക്കുകയാണെങ്കിൽ പിന്നെയും കുറവാണ്. സോ ടെറിഷറി ആൽക്കഹോൾ ആണെന്നുണ്ടെങ്കിൽ നമ്മളിനി ഓരോ ആൽക്കഹോളിൻ്റെയും സയൻസ് പറയാം, ഔട്ട്കം പറയാണ്. സോ ആൻ ആൽക്കഹോൾ ഇസ് മിക്സ്ഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. നമ്മളെ കയ്യിൽ ടെസ്റ്റ് ട്യൂബ്സ് ഉണ്ട്, ടെസ്റ്റ് ട്യൂബിൽ ആൽക്കഹോൾ ഉണ്ട്, HCl Cl2, അതായത് നമ്മൾ ലൂക്കസ് റിയേജന്റ് ഒഴിച്ചിട്ടുണ്ട്. സോ ആൽക്കൽ ക്ലോറൈഡ് ഫോം ചെയ്തു, ഒരു ഇൻസോലബിൾ മീഡിയ ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ആദ്യം ക്ലൗഡി ആകുന്നു, പിന്നെ സെപ്പറേറ്റ് ചെയ്ത് ഡിസ്റ്റിങ് ലെയർ ആയിട്ട് മാറുകയാണ് ചെയ്യുക. സോ അത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, നമ്മൾ ഈ റിയേജന്റ് ആഡ് ചെയ്യുന്നുള്ളത് മാത്രം മതി. സോ ടെറിഷറി ആൽക്കഹോൾ ആണെങ്കിൽ ക്ലൗഡ്നെസ് അപ്പിയേഴ്സ് ഇമീഡിയറ്റ്ലി. ഈ വരുന്ന ക്ലൗഡ്നെസ് ഇല്ല, കട്ടി എന്ന് പറയുന്നത് പെട്ടെന്ന് ഉണ്ടാവും. സെക്കൻഡറി ആണെങ്കിൽ 5 മിനിറ്റ് എടുക്കും. പ്രൈമറി ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, സൊല്യൂഷൻ അപ്പോഴും ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. അതായത് എന്തുകൊണ്ടാണ്, പ്രൈമറി ആൽക്കഹോൾ ഡു നോട്ട് റിയാക്ട് വിത്ത് ലൂക്കസ് റിയേജന്റ്. നമ്മുടെ ഈ ലൂക്കസ് റിയേജന്റുമായിട്ട് എന്ത് ചെയ്യില്ല, ഒരു കാരണവശാലും പ്രൈമറി ആൽക്കഹോൾ റിയാക്ട് ചെയ്യില്ല. അപ്പൊ പ്രൈമറി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വരും, സെക്കൻഡറി ആണെങ്കിൽ 5 മിനിറ്റിൽ വരും, ആൻഡ് പ്രൈമറി ആണെങ്കിൽ ഒട്ടും വരില്ല. ടെറിഷറി ആണ് കേട്ടോ, ഞാൻ പറഞ്ഞപ്പോൾ ചെറിയ മിസ്റ്റേക്ക് വന്നു. സോ ടെറിഷറി ആണ് കേട്ടോ.
ഇത് സിമ്പിളാണ്, ഇത് ഉറപ്പായിട്ടും ചോദിക്കും. സോ നെക്സ്റ്റ് വൺ ഇസ് ഡൈക്രോമ ടെസ്റ്റ് ആണ്. സോ ഇത് കളർ വെച്ചിട്ട് നമ്മൾ പറയണ്ടാവുക. സോ ആൽക്കഹോളിന് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കളേഴ്സ് നമുക്ക് കിട്ടും, അതനുസരിച്ച് നമ്മൾ പറയും. സോ ദ ടെസ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫാക്ട് ദാറ്റ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആൽക്കഹോൾ ഗിവ് ഡിഫറെന്റ് പ്രൊഡക്റ്റ് ഓൺ ഓക്സിഡേഷൻ. സോ നമ്മൾ ഈ ആൽക്കഹോൾസിന്റെ അല്ലെങ്കിൽ നമ്മൾ ആൽക്കഹോളുകൾ നമ്മൾ ഓക്സിഡേഷന് വിധേയമാക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആൽക്കഹോളിന് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ ഡിഫറെന്റ് ടൈപ്പ് അനുസരിച്ച് ഡിഫറെന്റ് പ്രൊഡക്ട്സുകൾ ഓക്സിഡേഷനിലൂടെ കിട്ടുന്നു. Alcohol is treated within room temperature with a sodium dichroma in sulfuric acid. So നമ്മൾ ആൽക്കഹോളിനെ സോഡിയം ഡൈക്രോമേറ്റ് ഇൻ സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് കുറച്ച് സംഭവങ്ങൾ കിട്ടും. സോ പ്രൈമറി ആൽക്കഹോൾ ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, കളർ ഓഫ് സൊല്യൂഷൻ ഫ്രം ഓറഞ്ച് ടു റെഡ്, ഓറഞ്ചിൽ നിന്ന് റെഡിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. സെക്കൻഡറി ആൽക്കഹോൾ ആണെങ്കിൽ ദർ ഇസ് ചേഞ്ച് ഇൻ കളർ ഓഫ് സൊല്യൂഷൻ ഫ്രം ഓറഞ്ച് ടു റെഡ്, ഓറഞ്ചിൽ നിന്ന് ഗ്രീനിലേക്ക് മാറും. ഫസ്റ്റ് വൺ ഈസ് ഓറഞ്ച് ടു ഗ്രീനിലേക്കും, ഇവിടെയും ഓറഞ്ച് ടു ഗ്രീനിലേക്കായിരിക്കും. ആൻഡ് ടെറിഷറി ആണ് എന്നുണ്ടെങ്കിൽ ഓറഞ്ച് ആയിട്ട് തന്നെ ഇരിക്കും. സോ OG ആയിട്ടിരിക്കും. ഇനി എന്തൊക്കെ ആഡ് ചെയ്യുമ്പോഴാണ് ഈ OGയും കിട്ടുമെന്ന് പറഞ്ഞുതരാം. പ്രൈമറി ആൽക്കഹോൾ ആണെങ്കിൽ ഗീവ്സ് എ കാർബോക്സിലിക് ആസിഡ് കണ്ടെയ്ൻ ദ സെയിം നമ്പർ ഓഫ് കാർബൺ, അതായത് നമുക്ക് സെയിം കാർബൺ തന്നെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അതുകൊണ്ടാണ് എന്ത് കിട്ടുന്നത്, ഓറഞ്ചിൽ നിന്ന് ഗ്രീൻ കളറിലേക്ക് മാറുന്നത്. സെക്കൻഡറി ആണെങ്കിൽ ഗീവ്സ് എ കീറ്റോൺ കണ്ടെയ്നിങ് ദ സെയിം നമ്പർ ഓഫ് കാർബൺ, എത്ര കാർബൺ ഉണ്ടോ അല്ലെങ്കിൽ എത്ര കീറ്റോൺസ് ഉണ്ടോ അതനുസരിച്ചുള്ള കാർബൺസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഓറഞ്ച് ടു ഗ്രീൻ കിട്ടുന്നത്. ടെറഷറി ആണെങ്കിലോ റിയാക്ഷൻ നടക്കുന്നില്ല എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഓരോ കോമ്പൗണ്ട്സ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട ആവശ്യമുണ്ട്. സോ സ്ട്രക്ചർ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ എത്രയോളം സ്ട്രക്ചർ നോക്കിക്കോളാം. നമ്മൾ ആൽക്കഹോളിക് ബിവറേജ്, വൈന്, മെഡിസിനിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. മൗത്ത് വാഷിലും എത്തിലിൻ്റെയും ഗ്ലൈക്കോളിൻ്റെ ഒക്കെ ആൻഡോട്ടാണ്. 1-2 യൂസ് ഒക്കെ പഠിച്ചു വെക്കുക. ഇത് ചോദിക്കോട്ടെ, 2 മാർക്കിനൊക്കെ 2-3 ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് ഒരു മീഥൈൽ ആൽക്കഹോൾ ആണ്. വുഡ് ആൽക്കഹോൾ എന്ന് പറയാറുണ്ട്. സോ നമ്മൾ പെയിന്റ് ഒക്കെ ഇല്ലേ, പെയിന്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ സോൾവെന്റ് ആണ്. ആന്റി ഫ്രീസർ ഫോർ ഓട്ടോമൊബൈൽ റേഡിയേഷൻ ആൻഡ് മോട്ടോർ ഫ്യൂൾസിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് വൺ ഇസ് ക്ലോറോ ബ്യൂട്ടനോൾ ആണ്. സോ ഒരു കെമിക്കൽ പ്രിസർവേറ്റീവ് ആണ്. ഐ ഡ്രോപ്സിലും ഇഞ്ചക്ഷൻസിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഒരു വീക്ക് ലോക്കൽ അനസ്തെറ്റിക് ആണ്, സെഡേറ്റീവ് ആണ്, ഹിപ്നോട്ടിക് ആണ്. നെക്സ്റ്റ് വൺ ഈസ് സിറ്റോസ്റ്റൈൽ ആൽക്കഹോൾ ആണ്. സോ ഇറ്റ് ഈസ് എ മിക്സ് ഓഫ് ഫീറ്റിൽ ആൻഡ് സീറ്റിൽ ആൽക്കഹോൾ. സോ സ്റ്റെറൈലിന്റെയും സീറ്റിൽ ആൽക്കഹോളിന്റെയും മിക്സ്ചർ ആണ് എന്ത്, സ്റ്റെറൈൽ ആൽക്കഹോൾ. ആ പേര് തന്നെ ഉണ്ട് കണ്ടോ, സീറ്റൈൽ ആൽക്കഹോൾ ആൻഡ് സ്റ്റെറൈലിന്റെ കോമ്പിനേഷൻ ആണ് എന്നുള്ളതാണ്. ഇറ്റ്സ് കം ഫ്രം സിന്തറ്റിക് ഓർ വെജിറ്റബിൾ സോഴ്സ്. ഒന്നെങ്കിൽ വെജിറ്റബിൾ സോഴ്സിനോ അല്ലെങ്കിൽ സിന്തറ്റിക് സോഴ്സിനോ വരാം. സോ യൂസ് പറയുവാണെങ്കിൽ എമൽഷൻ സ്റ്റെബിലൈസർ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്, സർഫാക്റ്റന്റ്, പിന്നെ ക്രീം ലോഷൻസ്, കോസ്മെറ്റിക് പ്രിപ്പറേഷനിലൊക്കെ സിറ്റോസ്റ്റൈൽ ആൽക്കഹോൾ ഉപയോഗിക്കാറുണ്ട്. ബെൻസിൽ ആൽക്കഹോൾ ആണ്. സോ ബെൻസിൽ ആൽക്കഹോൾ നമ്മളെ തലയിലെ പേനൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ആൻറ്റി മൈക്രോബിയൽ പ്രിസർവേറ്റീവ് ആണ്. പിന്നെ ഇങ്ക്, വാക്സിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഗ്ലിസറോൾ ആണ്. അവിടെ ഇമോലിയൻ്റ് ആണ്, ഹിമാക്ടനൻ്റ് ആണ്, ലൂബ്രിക്കൻ്റ് ആണ്. ഹെയർ കണ്ടീഷണറിലൊക്കെ ഗ്ലിസറോൾ നിങ്ങൾ മിക്കവാറും കണ്ടിട്ടുണ്ടായിരിക്കും. ലക്സേറ്റീവ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. സോ ബേസിക്കലി സ്ട്രക്ചർ മാത്രം പഠിക്കുക, യൂസ് ഒരു 3-4 അത് മതിയാകും. ആൻഡ് പ്രൊപ്പൈൽ ഗ്ലൈക്കോൾ ഉണ്ട്. കോമൺലി ഫുഡിലൊക്കെയാണ് അഡിക്റ്റീവ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കും കേട്ടോ. മാത്രമല്ല ഈ പ്രൊപ്പൈൽ ഗ്ലൈക്കോളിന്റെ വേറെ ഉപയോഗമാണ് മോയ്സ്ചർ കണ്ടന്റ് റീറ്റെയിൻ ചെയ്തിരിക്കാനും പിന്നെ കളറും ഫ്ലേവറും ഒക്കെ അല്ലേ അത് ഡിസോൾവ് ആവാനും ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഹ്യൂമാക്ടൻ്റ് ആണ്. അത് മാത്രമല്ല ഫ്രാഗ്രൻസ് ഓയിലായിട്ടൊക്കെ നമ്മൾ പ്രൊപ്പൈൽ ഗ്ലൈക്കോൾ യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. സോ ഇത്രയേ ഉള്ളൂ. ലാസ്റ്റ് വരുന്ന കുറച്ച് സ്ട്രക്ചേഴ്സ് മാത്രമേ നമുക്ക് അധികം ടഫായിട്ട് തോന്നുള്ളൂ. ബാക്കിയെല്ലാം എളുപ്പമാണ്. റിയാക്ഷൻസ് ഒക്കെ ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചു പോകാന്നുള്ളത് മാത്രമാണ്. അപ്പം അധികം സമയം എടുത്ത് പഠിക്കേണ്ട ഒരു സംഭവമൊന്നുമല്ല. സോ നന്നായിട്ട് ക്ലാസ് വായിക്കാം. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.